നെഞ്ചിടിപ്പേറുന്നു എന്നാണ് ചോദ്യം. ആന്റോ അവസാന ലാപ്പിൽ നിലമ്പൂരിൽ ശക്തമായ രീതിയിൽ തീവാർന്ന പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് വേണമെങ്കിൽ പറയാം. കാരണം ഈ PV അൻവർ കോരിയിട്ട തീയിൽ സത്യം പറഞ്ഞാൽ രണ്ട് മുന്നണിയിൽ പരക്കം പായുന്നതാണ് അവിടെ കാണുന്നത്. നിലമ്പൂരിൽ സത്യം പറഞ്ഞാൽ നടക്കുന്നത് അതാണ്. സതീശൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുഴിച്ച കുഴിയിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടീനെയൊക്കെ കൊണ്ടിട്ടിട്ട് അതിൻ്റെ അകത്ത് നിന്ന് കര കയറാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. രാഹുൽ ഗാന്ധി അല്ല, പ്രിയങ്ക ഗാന്ധി അത് വടവിട്ട് കൊടുത്തിട്ട് പോലും കയറുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ. അപ്പോൾ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പറ്റാത്തതിലേക്ക് അപ്പുറത്തേക്കാണ് മുന്നണികളുടെ പ്രവർത്തനം. വലിയ രീതിയിൽ ശക്തമായ പ്രവർത്തനം. ഞാൻ പറയുന്നത് മുഖ്യമന്ത്രി ആ മണ്ഡലത്തിൽ 3 ദിവസമാണ് പ്രവർത്തിച്ചത്. പ്രതിപക്ഷ നേതാവ് എത്ര ദിവസമായി അവിടെ 10-15 ദിവസമായി വീട് കയറി ഇറങ്ങുകയാണ്. എന്നിട്ട് എന്താണ് പറയുന്നത്? നിങ്ങൾ എനിക്ക് ഈ പ്രാവശ്യം സീറ്റ് തരൂ, അടുത്ത പ്രാവശ്യം 2026 100 സീറ്റ് അങ്ങോട്ട് തരാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്ര ദിവസമായി ഇത് പറയുന്നു? നമുക്ക് ചർച്ചയാവുന്നില്ലല്ലോ അവിടെ. ഇന്നലെ അൻവർ കാണിച്ച റോഡ് ഷോ ഉണ്ടല്ലോ, അൻവർ മാസ് എൻട്രിയാണ് അൻവർ കാണിച്ചത്. ആരും അത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം നിലമ്പൂർ തുടങ്ങി വഴിക്കടവ് വരെയുള്ള പ്രദേശങ്ങളെ മുഴുവൻ റോഡ് സൈഡിൽ ആളിറങ്ങി നിന്ന് കാണാൻ പാകത്തിൽ വലിപ്പത്തിൽ ഒരു റോഡ് ഷോ നടത്താൻ അൻവറിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ആരാണ് നടത്തുന്നത്? ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. അപ്പം എന്തുകൊണ്ടാണ് ഇപ്പം അവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത് വലിയ മാർജിനോട് ജയിക്കേണ്ടിയിരുന്ന ഒരു മണ്ഡലം ചുരുങ്ങിയ മാർജിനിൽ ജയിക്കുന്ന അവസ്ഥയിൽ കൊണ്ട് VD സതീശൻ എത്തിച്ചു എന്നുള്ളതാണ് പറയുന്നത്. കഷ്ടിച്ച് കടന്നുകൂടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു എന്നാണ് പറയുന്നത്. കാരണം അൻവറിനെ കൂട്ടി നിർത്തിയിരുന്നെങ്കിൽ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഈ പറഞ്ഞ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ടുകൾ മുഴുവൻ ഒരു മുന്നണിയിലേക്ക് വരികയും ഈസിയായി ജയിച്ചു പോവുകയും ചെയ്യാമായിരുന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്രാവശ്യം എന്ത് ചെയ്തു? നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ്. എങ്ങനെയാണ് വിരുദ്ധ വികാരത്തിൻ്റെ അനുകൂലമായി കിട്ടുന്ന വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടായി പോയാൽ എന്ത് ചെയ്യും? അൻവറിന് ഒരു ഭാഗം പോയി, ഒന്ന് ഷൗക്കത്തിന് പോയി. ഇങ്ങനെ ആയാൽ ആരാണ് ഭരണമുന്നണി തന്നെ ജയിക്കുക, സ്വരാജ് തന്നെയാണ് ജയിക്കുക എന്നുള്ളതാണ്. എല്ലാ കാലവും അങ്ങനെയാണ് തെളിയിച്ചിട്ടുള്ളത്. അപ്പം ഇപ്രാവശ്യം എന്ത് സംഭവിക്കുന്നു? ഇപ്രാവശ്യം വലിയ രീതിയിൽ ശക്തമായ രീതിയിൽ മുന്നേറേണ്ട പാർട്ടികൾ ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമീൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടും വർഗീയത പറഞ്ഞിട്ടും മലപ്പുറം പരാമർശം പറഞ്ഞിട്ടും പെൻഷൻ വിഷയം പറഞ്ഞിട്ടും ജനങ്ങളുടെ വോട്ട് പിടിക്കേണ്ട അവസ്ഥയിൽ നിന്നും ജനകീയ പ്രശ്നങ്ങളിൽ വോട്ട് പിടിക്കേണ്ട അവസ്ഥയിൽ നിന്ന് മാറിപ്പോയി എന്നുള്ളതാണ്. അത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ഈ സമയം വരെ UDFന് ജനങ്ങളുടെ വിഷയങ്ങൾ എടുത്ത് മുന്നോട്ട് വരാൻ കഴിയുന്നില്ല. നാളത്തോടുകൂടി തീരുകയാണ്. നാളെ വൈകുന്നേരം കൂടി ഈ ഒരു ബൈ ഇലക്ഷൻ തീരുകയാണ്. സാധാരണ ബൈ ഇലക്ഷൻ എന്ന് പറയുന്നത് 9 വർഷം ഒരു മുന്നണി ഭരിക്കുന്നു. ആ 9 വർഷം ആ മുന്നണി ഭരിച്ചാൽ അതിന് മറുപടി കൊടുക്കേണ്ട മാസങ്ങളല്ലേ, ഇലക്ഷനല്ലേ ബൈ ഇലക്ഷൻ എന്ന് പറയുന്നത്. അതൊന്താണ് മൂന്നാമത്തെ ഇലക്ഷനെ തൊട്ട് മുൻപുള്ള ബൈ ഇലക്ഷൻ എന്ന് പറയുന്നത്. 9 വർഷം ഈ ഭരണ മുന്നണി ഈ കേരളത്തിലെ ജനങ്ങളോട് ചെയ്ത കാര്യങ്ങളെ അക്കമിട്ട് നിരത്താൻ കഴിയണമായിരുന്നു. കോൺഗ്രസ്സിന് കഴിയുന്ന അതിലൊരു പ്രശ്നമുണ്ട്. അങ്ങനെ ഒരു അക്കമിട്ട് ഒരു പ്രശ്നം ഉന്നയിക്കണമെങ്കിൽ അതിന് മുൻപ് അതിനനുസരിച്ചുള്ള ഒരു സമരം നടത്തണമായിരുന്നു. ഈ കഴിഞ്ഞ 9 വർഷമായി കേരളം ചർച്ച ചെയ്യുന്ന ഒരു സമരം പോലും ഈ പറഞ്ഞ കോൺഗ്രസ് നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അവർക്ക് മിണ്ടാൻ പറ്റാത്തത്. നിങ്ങൾ ഇന്ന വിഷയം പറഞ്ഞാൽ ആ വിഷയത്തിന് കോൺഗ്രസ് സമരം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആശാ വർക്കർമാരുടെ കാര്യമാണല്ലോ വലിയ കാര്യമായിട്ട് പറയുന്നത്. ആശാ വർക്കർമാരുടെ കൂടെ നിന്ന് കോൺഗ്രസ് സമരം നടത്തിയോ? ഏതെങ്കിലും ഒരു ബഹുറ റാലി നടന്നു കണ്ടോ? ഒരു സംവിധാനം ഏതെങ്കിലും കണ്ടോ? ആകെ കണ്ടത് നമ്മുടെ ഖുറാനിലെ സ്വർണവും ഈത്തപ്പഴത്തിലെ സ്വർണ്ണമൊക്കെ ആയിരുന്നു. അതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി. അതിനുശേഷം വലിയ രീതിയിൽ ഒരു സമരവും നടത്തിയിട്ടില്ല. കഴിഞ്ഞ 4 വർഷം ഈ സമയം വരെ വലിയ രീതിയിൽ സമരം നടത്താൻ കോൺഗ്രസ് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഈ ജനകീയ വിഷയങ്ങളെ ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ്സിന് മുന്നോട്ട് പോയി കാര്യങ്ങൾ പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നത്. അതുകൊണ്ട് അല്ലായിരുന്നെങ്കിൽ ഈ സമയത്ത് ആയിരക്കണക്കിന് വിഷയങ്ങൾ ഉണ്ടാവില്ലായിരുന്നോ? ഒരു വിഷയം പോലും കോൺഗ്രസ്സിന് പറ്റുന്നില്ല. ഇടയ്ക്ക് വീണ് കിട്ടിയതായിരുന്നു നമ്മുടെ ഈ ഹൈവേൻ്റെ ഇഷ്യൂ, അതും പോയി. അതുപോലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും പിന്നോട്ടടിക്കാനുള്ള കാരണം എന്താണ്? ഇവർ സമരം നടത്തിയിട്ടില്ല. ഇവർ സർക്കാരിനെതിരെ സമരം നടത്താൻ ഇവർ കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചകളെ ചൂണ്ടിക്കാട്ടാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്നറിയോ? ഈ പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും വിലയിരുത്തുന്ന ഒരു ഇലക്ഷനാണ് അവിടെ നടക്കുന്നുള്ളതാണ്. പ്രതിപക്ഷം ഏത് രീതിയിൽ പ്രവർത്തിച്ചു, ഭരണപക്ഷം ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു, പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് എന്തൊക്കെ വീഴ്ചയുണ്ടായിട്ടുണ്ട്, ഭരണപക്ഷത്തിൻ്റെ ഭാഗത്ത് എന്തൊക്കെ വീഴ്ചയുണ്ടായിട്ടുണ്ട്, ഇതിൻ്റെ എല്ലാം ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിലയിരുത്തലായിരിക്കും ഇപ്പോൾ വർഷം നടക്കുക എന്നുള്ളതാണ്. മാത്രമല്ല അവിടെ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടെ മതാടിസ്ഥാനത്തിലുള്ള വോട്ടുകൾ എങ്ങനെ ഭിന്നിക്കുമെന്നുള്ളതാണ്. അവിടെ PV അൻവർ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മലയോര കർഷകനെ മലയോര ക്രിസ്ത്യാനിനെ സ്ഥാനാർത്ഥിയാക്കണം, വി ജോയിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞു. ഈ സമയം വരെ വി ജോയിനെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയിട്ട് ഇന്നും PV അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വി ജോയിനെ സ്ഥാനാർത്ഥിയാക്കേണ്ടതെന്ന്. അപ്പം അങ്ങനെ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി വേണമെന്ന് പറഞ്ഞ ക്രിസ്ത്യാനികൾ ആർക്കാണ് ഇപ്രാവശ്യം വോട്ട് ചെയ്യേണ്ടത്? കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണോ LDFന് വോട്ട് ചെയ്യണോ? അവർക്ക് ആരുടെ ഭാഗത്ത് നിൽക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് മലയോര കർഷകരായി എനിക്ക് വോട്ട് ചെയ്യാൻ PV അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്ന് VS ജോയിക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞ ആളുടെ വോട്ട് എനിക്ക് ചെയ്യണം എന്നാണ് ഇപ്പോൾ PV അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഈ ലീഗിൻ്റെ കൂടെ
ലീഗ് UDFൻ്റെ കൂടെ നിന്ന് ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് നിലമ്പൂരിലെ ലീഗ് ഒരിക്കലും ആര്യാടൻ മുഹമ്മദിനെയോ ആര്യാടൻ ഷൗക്കത്തിനെയോ സപ്പോർട്ട് ചെയ്ത് പോയിട്ടില്ല. കാരണം അതൊരു ലീഗ് കോൺഗ്രസ് പ്രശ്നം നടക്കുന്ന മലപ്പുറം ജില്ലയിലെ ഏക മണ്ഡലം അതാണ്. അവിടെ ലീഗ് എന്ന് പറയുന്നത് ഒരു സമയം വരെ വളരെ ന്യൂനപക്ഷമായി നിൽക്കുകയും കോൺഗ്രസ് അവിടെ ഭൂരിപക്ഷമായി നിൽക്കുന്ന സ്ഥലമായിരുന്നു അത്. ഇപ്പോഴാണ് ലീഗിനെ അവിടെ കുറച്ച് ശക്തി പാർപ്പിക്കുകയും ഈ പറയുന്ന കോൺഗ്രസിനോട് ഒപ്പം നിൽക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പം ഈ സമയത്ത് പോലും എന്ത് സംഭവിക്കുന്നില്ല, ലീഗ് കോൺഗ്രസ് പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് അവർ പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, പ്രവർത്തിക്കുന്നതിന് മാത്രമല്ല പ്രശ്നം, ആ ലീഗിൻ്റെ വോട്ടുകൾ ആര്യാടൻ ഷൗക്കത്തിന് വരുമോ ഇല്ലയോ എന്നുള്ളത് ഒരു നേതാവിനും പറയാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയുള്ളത്. അപ്പം ഈ കഷ്ടിച്ച് കടന്നുകൂടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കോൺഗ്രസ് എടുക്കുന്ന പണി എന്നുള്ളതാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യത്തോടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം മലയോര കർഷകരുടെയും ആദിവാസി 10% കേട്ടോ അവിടെ ആദിവാസി പിന്നോക്ക വോട്ടുള്ളത്. ആ 10% വോട്ടൊക്കെ ഏത് രീതിയിൽ, അതൊക്കെ ആര്യാടൻ മുഹമ്മദിൻ്റെ കാലത്തും ആര്യാടൻ മുഹമ്മദ് കൈയടക്കി വെച്ചിരുന്ന വോട്ടാണ് ഈ 10% വോട്ട്. ഇപ്രാവശ്യം എന്ത് ചെയ്തത്, കഴിഞ്ഞ 9 വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്തിട്ടുള്ള ആളെന്ന് പറയുന്നത് MLA എന്ന് പറഞ്ഞാൽ PV അൻവറാണ്. PV അൻവർ അവിടുത്തെ ഓരോ കോളനികളും അതുപോലെ ഓരോ വീടുകളും നല്ല രീതിയിൽ അറിയാം. അപ്പോൾ ആ വോട്ടുകളൊക്കെ എങ്ങോട്ട് പോകും എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ടൊന്നും ഇപ്പം ആർക്കും ഒരു ധാരണയില്ല എന്നുള്ളതാണ്. പല കോൺഗ്രസ് നേതാക്കന്മാരും പറയുന്നത് എങ്ങനെയാണ്, എത്ര വോട്ട് കിട്ടും എന്നുള്ള കാര്യത്തെക്കുറിച്ച്, അൻവറിന് എത്ര വോട്ട് കിട്ടും എന്ന് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്കറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ 10,000 പറഞ്ഞ കോൺഗ്രസ്സുകാർ ഈ പറയുന്ന റോഡ് ഷോ കഴിഞ്ഞപ്പോൾ 20,000 ഉയർത്തി 25,000 വരെ പോകാം എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം 20% വോട്ട് അവിടെ കിടിക്കുകയാണുണ്ടല്ലോ, 30,000 മേലെ പോകും. 1,60,000 വോട്ടാണ് അവിടെ മൊത്തം പോൾ ചെയ്യുന്നതെങ്കിൽ 20% വോട്ട് പിടിച്ചാൽ തന്നെ 30,000 മേലേക്ക് പോകുന്നുള്ളതാണ്. അപ്പോൾ 20% വോട്ട് പിടിക്കാനൊക്കെ അൻവറിന് കഴിയുക എന്ന് പറഞ്ഞാൽ വലിയ മാറ്റം അവിടെ ഉണ്ടാകും. പിന്നെ അവിടെ ത്രികോണ മത്സരമാണ്. ആ ത്രികോണ മത്സരത്തെ ബാധിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും LDFനെ ബാധിക്കുന്നത് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം 1% വരെ, ഇപ്പോൾ 20% വോട്ട് പിടിക്കുകയാണെങ്കിൽ ഒരു 5% LDFൻ്റെ പിടിച്ചു എന്ന് വെച്ചോളൂ. എന്നാലും പിടിക്കാൻ പോകുന്നത് 15% കോൺഗ്രസിൻ്റെ ആയിരിക്കും. അതുകൊണ്ട് ഏത് രീതിയിലാണ് അവിടെ നടക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു ധാരണയില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അൻവറിനും അവിടെ സ്പേസ് ഉണ്ട്, UDFന് സ്പേസ് ഉണ്ട്, LDFന് സ്പേസ് ഉണ്ട്. ആരുടെ കൂടെ നിൽക്കും എന്നുള്ള കാര്യത്തിന് ഒരു ഉറപ്പില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. Meet the editors.